ഹലോ എല്ലാവർക്കും അമ്മൂസ് വ്ളോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ താമരയോ ആമ്പലോ ഒന്നും അല്ല കേട്ടോ. നമ്മളൊരു വേറെ തരം ചെടി നടുകയാണ്. ഓർക്കിഡാണ് നമ്മൾ ഇന്ന് നടാൻ പോകുന്നത്. ഡെൻഡ്രോബിയം ഓർക്കിഡാണ്. അപ്പൊ ഇത് നടേണ്ട രീതി എന്ന് പറയുന്നത് നമുക്ക് കരിക്കഷ്ണം, അതായത് ചാർക്കോൾ, ഓട്ടും കഷ്ണം, ഇതൊക്കെയാണ് വെച്ച് നടുക. ആദ്യമൊക്കെ ചകിരിയുടെ തൊണ്ടും ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൽ ഒച്ച വരാനും ഫംഗസ് വരാനും ഒക്കെ സാധ്യതകൾ കൂടുതലായതുകൊണ്ട് തന്നെ നമ്മൾ ഞാനിപ്പോൾ ചെയ്യുന്നത് എന്ന് വെച്ചാൽ കരിക്കഷ്ണം കൊണ്ട് മാത്രമാണ് നടുന്നത് കേട്ടോ. അപ്പോൾ കുറച്ച് ഡെൻഡ്രോബിയം എൻ്റെ കയ്യിൽ ഇല്ലാത്ത വെറൈറ്റി കിട്ടി. അപ്പോൾ അത് നടാന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. നമ്മൾ ഡെൻഡ്രോബിയം നടാനായിട്ട് ഉപയോഗിക്കുന്ന ചട്ടി ഇതാണ് കേട്ടോ. അതിന് നല്ല ഹോൾസ് ഉള്ള ചട്ടിയാണ്. അപ്പോൾ മണ്ണ് പോട്ടി മിക്സ് ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു സംഭവം അല്ലാത്തത് കൊണ്ട് തന്നെ ഇത്രയും ഹോൾസ് വേണം. ഈ ഡെൻഡ്രോബിയത്തിൻ്റെ വേരുകളൊക്കെ എയറിൽ പോയിട്ട് അവർക്ക് വേണ്ട സംഭവങ്ങളൊക്കെ അവർ അതിൽ നിന്ന് എടുത്തോളും. അപ്പോൾ അതുകൊണ്ട് ഹോൾസ് ഉള്ളതാണ് നല്ലത്. ഇത്രയും ഹോൾസ് ഉള്ളതും എങ്കിലും അടിയിലും ഹോൾസ് ഇട്ടണം കേട്ടോ. വെള്ളം നിന്ന് കഴിഞ്ഞാൽ ചില സമയം ചീച്ചൽ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മളിത് ആദ്യം തന്നെ ഇതിൽ കരിക്കഷ്ണമാണ് ഇടുന്നത്. ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഓട്ടും കഷ്ണം ഇവിടെ കുറച്ചേ ഉള്ളൂ. എന്നാലും ഞാനിപ്പോൾ അതൊന്നും ഉപയോഗിക്കാണ്ടാണ് ഞാൻ നടുന്നത്. അപ്പോൾ ഉള്ളത് ഇടുന്നേ ഉള്ളൂ. ഇപ്പം നമ്മളിങ്ങനെ നമ്മുടെ പോട്ട് ഇങ്ങനെ ഒന്ന് പകുതി വരെ നിറയ്ക്കുന്നുണ്ട്. എന്നിട്ട് ഇതിൻ്റെ നടുക്ക് നമ്മൾ ഈ സംഭവം വെക്കുകയാണ് കേട്ടോ. ഇതിൽ പോട്ടുണ്ട്, നമുക്ക് വരുമ്പോൾ തന്നെ ഉണ്ടായിരുന്ന കുഞ്ഞു പോട്ടാണ്. ഇതിൽ ചകിരിത്തുണ്ടുണ്ട്, ചെറുതായിട്ട് ഇങ്ങനെ അവർ വെച്ചിട്ടുണ്ട് കേട്ടോ. ചകിരിത്തുണ്ട് വെച്ചിട്ടുണ്ട്. ഇതാ കണ്ടോ, ചകിരിത്തുണ്ടിൽ ഇതിപ്പോൾ എടുത്തേ ഉള്ളൂ ഞാൻ. ഇതിൽ ഒച്ച കണ്ടോ, ചകിരി വെച്ച് കഴിഞ്ഞാൽ ഒച്ച വരും. ഇതാ പറയുന്നത് മാത്രമല്ല, ഇതിപ്പോൾ ഞാൻ തുറന്നേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ അകത്തുണ്ടായിരുന്നതാണ്. അപ്പോൾ ഇത് ചകിരി വെക്കുമ്പോൾ നനവ് നിൽക്കുന്നത് കൊണ്ട് തന്നെ ഇതുപോലുള്ള പ്രാണികൾ കൂടുതലായിട്ട് കയറി വരും. അപ്പോൾ ഞാൻ ഓർക്കിഡ് സീഡ്ലിങ്സ് ആണിത്, പെട്ടെന്ന് തന്നെ പൂ വരും. അപ്പോൾ ഇത് ഞാൻ വാങ്ങിയത് ബെല്ല ഓർക്കിഡ്സ് എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലുണ്ട്. അപ്പോൾ അതിൽ നിന്നാണ് കേട്ടോ ഞാൻ വാങ്ങിയത്. നല്ല ഹെൽത്തി പ്ലാന്റ്സ് ആണ്. ഐഡിയ ഒക്കെ ഇതേപോലെ ഇലയിലൊക്കെ എഴുതിയിട്ട് തന്നെയാണ് അയക്കുന്നത് കേട്ടോ. നല്ല ഹെൽത്തി പ്ലാന്റ് ആണ്, നിങ്ങൾക്ക് കണ്ടാൽ അറിയാം. ഞാൻ 5 എണ്ണമാണ് വാങ്ങിയിട്ടുള്ളത്. എൻ്റെ കയ്യിൽ ഇല്ലാത്ത 5 വെറൈറ്റീസാണ് വാങ്ങിയിട്ടുള്ളത്. നമ്മളിത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് അനങ്ങാത്ത രീതിയിലൊന്ന് സെറ്റ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അനങ്ങിക്കഴിഞ്ഞാൽ ഫ്ലവർ വരില്ല. അപ്പോൾ നമുക്ക് ഇത്ര ഒരു വെക്കുന്നതാണല്ലോ, അപ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാൻ പോകണില്ല. അതുകൊണ്ട് അത്യാവശ്യം നല്ല ടൈറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇത് നട്ട് വയ്ക്കാനായിട്ട് വലിയൊരു പണികളൊന്നുമില്ല. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ഞാൻ ഇഷ്ടപ്പെടാൻ ഏറ്റവും കൂടുതൽ കാരണമായ കാര്യം എന്ന് പറയുന്നത്, ഇതിൽ ഫ്ലവർ ആയിക്കഴിഞ്ഞാൽ മിനിമം 3 to 5 മാസം വരെ നമുക്കിതിൻ്റെ ഫ്ലവർ നിൽക്കും കേട്ടോ. വാടാതെ നിൽക്കും, നല്ല അടിപൊളിയായിട്ട് നിൽക്കും. അപ്പോൾ അതാണ് ഇതിൻ്റെ കാര്യം, ഞാൻ ഇഷ്ടപ്പെടാനുള്ള കാരണം. പിന്നെ വെള്ളം നമുക്ക് അങ്ങനെ എന്നും ഒഴിച്ചു കൊടുക്കണം അങ്ങനെയൊന്നുമില്ല കേട്ടോ. ഞാൻ 2 ദിവസത്തിലൊരിക്കലൊക്കെയാണ് ഒഴിച്ചു കൊടുക്കാറ്. മഴക്കാലത്തൊക്കെ 2 ദിവസത്തിലൊരിക്കൽ. ഞാൻ മഴ കൊള്ളാത്തെടുത്താണ് വെക്കണേ. അപ്പോൾ 2 ദിവസത്തിലൊരിക്കലൊക്കെയാണ് ഒഴിച്ചു കൊടുക്കാറ്. ഇവരുടെ ചില ചെടികളിൽ കണ്ടോ, അതോ ഞാനിപ്പോൾ നേരത്തെ നട്ടയിൽ 2 ഷൂട്ടാണുള്ളത്. ഇതിൽ കണ്ടോ 4 ഷൂട്ട്സ് ഉണ്ട്. ചെടി കാണാൻ കുഞ്ഞിതാണെങ്കിലും ഇതുപോലുള്ള വെറൈറ്റീസിലൊക്കെ കുഞ്ഞിൽ തന്നെ ഫ്ലവർ വരും കേട്ടോ. അപ്പം നിങ്ങൾ ചോദിക്കും, ഇതും നെറ്റല്ലേ, അപ്പോൾ ഇതെന്തിനാണ് വെക്കണമെന്ന്. 2 നെറ്റിൻ്റെ ആവശ്യമില്ലല്ലോ, ഇത് നെറ്റ് പോട്ട് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഇത് ഊരിയെടുക്കുന്നത്. അത് മാത്രമല്ല, നമ്മൾ നഴ്സറിയിൽ നിന്ന് ഏത് ചെടി കൊണ്ടുവരുമ്പോഴും അതിൻ്റെ അകത്ത് ഇങ്ങനെ നെറ്റ് ഉണ്ടാവും. അതവർ അധികം വളരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് വെക്കുന്നത്. നഴ്സറിയിൽ നിന്നൊക്കെ നമുക്ക് പ്ലാന്റ് പോകുന്നത് പെട്ടെന്നൊന്നും തീരൂല എന്നറിയാമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അവർ ഇങ്ങനെ ഇത്രയും ചെറിയ പോട്ടിലാക്കി വെക്കുന്നത്. എത്ര ചെറിയ പോട്ടിലാണോ ഞങ്ങൾ വെക്കുന്നത് അവിടെ ആ ചെടി നിൽക്കും. അതുകൊണ്ടാണ് ചെറിയ പോട്ടിൽ അവർ സെറ്റ് ചെയ്ത് തരുന്നത്. ഇതാ കണ്ടോ, ഇതിലുണ്ട് ഒച്ച. ചകിരി വെക്കണ കൊണ്ട് ഉണ്ടാവുന്നൊരു പ്രോബ്ലം ഇതാണ്. ഇതെനിക്കിവിടെ വരാൻ തുടങ്ങിയതിന് ശേഷമാണ് ഞാൻ ചകിരി മാറ്റാൻ തുടങ്ങിയത്, അവോയ്ഡ് ചെയ്യാൻ തുടങ്ങിയത്. ഇതിപ്പോൾ ഇതൊന്നും ഞാൻ എടുക്കുന്നില്ല, കാര്യം ഫുള്ള് റൂട്ട് ഇങ്ങനെ ചുറ്റിപ്പണിഞ്ഞ് നിൽക്കുക. അപ്പോൾ വേദനിപ്പിക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഉള്ള ഒച്ചിനെ കളയുകയാണ്. ഓർക്കിഡിൽ നമുക്ക് ഡെൻഡ്രോബിയാണ് കേട്ടോ തുടക്കക്കാർക്ക് വരെ
പ്രയോഗിക്കാൻ പറ്റുന്ന, അതായത് ടെസ്റ്റ് ചെയ്ത് പരീക്ഷിച്ച് നോക്കാൻ പറ്റുന്ന വെറൈറ്റി എന്ന് പറയുമ്പോൾ ഡെൻഡ്രോബിയം ആണ്. ഓർക്കിഡിൽ പല വെറൈറ്റീസും ഉണ്ട്. ഇതാണ് ഇതാ പുതിയ ബേബി പ്ലാന്റ് ഇങ്ങനെ ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ ഓർക്കിഡിൽ പല വെറൈറ്റീസ് ഉണ്ട്. കാറ്റ്ലിയ, ഫലനോപ്സിസ്, അതുപോലുള്ള ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. വാൻഡ, മൊക്കാറ, അങ്ങനെ തുടങ്ങി ഒരുപാടുണ്ട്. എനിക്ക് എല്ലാം ഇഷ്ടമാണ് കേട്ടോ. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഫ്ലവർ ഒത്തിരി ദിവസം നിൽക്കും. അപ്പോൾ എല്ലാം ഇഷ്ടമാണ്. പക്ഷെ നമ്മുടെ ഒരു ഇത് സൗകര്യത്തിനനുസരിച്ച് നോക്കുമ്പോഴേക്കും നമുക്ക് അത്രമാത്രം റിസ്ക് ഒന്നും ഇല്ലാതെ വളർത്താൻ പറ്റുന്ന ഒരു വെറൈറ്റി എന്ന് പറയുന്നത് ഡെൻഡ്രോബിയാണ് കേട്ടോ. ഇതിൽ തന്നെ ഇഷ്ടം പോലെ വെറൈറ്റീസ് ഉണ്ട്. നമുക്ക് എണ്ണി തീരാത്ത അത്രയും വെറൈറ്റീസ് ഉണ്ട്. സീസൺ ഇല്ലാതെ ഫ്ലവറിങ് ആവുന്ന ഒരു വെറൈറ്റി ആണ് കേട്ടോ. ഇതിന് സീസൺ ഒന്നുമില്ല. മഴയത്തൊക്കെ വെച്ച് കഴിഞ്ഞാൽ മഴക്കാലത്ത് സാധാരണ എല്ലാ ചെടികളും പൂക്കൾ കുറച്ചിട്ടാ തരിക. അപ്പോൾ അതേപോലെയാണ് ഇതിനും. ഇതിന് മസ്റ്റായിട്ടും ചെയ്യേണ്ട കാര്യം നമ്മൾ മാസത്തിലൊരിക്കലെങ്കിലും ഫംഗിസൈഡ് അടിക്കുക എന്നുള്ളതാണ് കേട്ടോ. അതടിക്കണം. ഇതിന് പ്രത്യേകിച്ചൊരു അസുഖവും വരില്ല. ഫംഗസ് പരമായിട്ടുള്ള കാര്യങ്ങൾ വരും. അതും ഈ കരിക്കഷ്ണത്തിൽ വെക്കുമ്പോൾ നമുക്കത് കുറഞ്ഞതുപോലെ അനുഭവപ്പെടാറുണ്ട് കേട്ടോ. നമ്മൾ ചകിരി തൊണ്ട് ഉപയോഗിക്കുമ്പോൾ മാത്രമാണ് എനിക്ക് ഇവിടെ പ്രശ്നങ്ങളായിട്ട് വരാറുള്ളൂ. അതല്ലാതെ ഇപ്പോൾ ഞാൻ ചകിരി യൂസ് ചെയ്യാതെ ഓട്ടം കഷ്ണം ഉണ്ടെങ്കിൽ ഇടും, അല്ലെങ്കിൽ വെറും കരിക്കഷ്ണം മാത്രം ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഇപ്പോൾ ചെയ്യാറുള്ളത്. അപ്പോൾ എനിക്ക് അങ്ങനെ പ്രശ്നങ്ങളൊന്നും വരുന്നില്ല. എനിക്കിവിടെ നേരത്തെ ഉള്ള ഡെൻഡ്രോബിയംസ് ആണ് കേട്ടോ. അപ്പൊ ഇതിന്ന് വെറും തണ്ട് മാത്രമായിട്ടൊക്കെ നിൽക്കുന്നുണ്ട്. അതൊക്കെ മാറ്റി നടാനൊക്കെ ഉണ്ട്. കണ്ടോ, ഒരു പരിചരണവും കൂടുതലായിട്ട് ഞാൻ കൊടുക്കാറില്ല. ജോലി ഉള്ളത് കൊണ്ട് തന്നെ ഇതിനൊന്നും സമയം കിട്ടാറുമില്ല. ഓരോ സെക്ഷനായിട്ടല്ലല്ലോ, കൂടുതലായിട്ടും താമര ആമ്പലും ചെയ്യുന്നതുകൊണ്ട് അത് തന്നെയാണ് കൂടുതലായിട്ട് അതിൻ്റെ വർക്ക് തന്നെയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ ഇതൊന്നും അങ്ങനെ ശ്രദ്ധിക്കാൻ സമയമില്ല. ഇത് കണ്ടോ, പുതിയ കിക്കീസ് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ. നമ്മുടെ മെയിൻ മദർ തണ്ടിന്ന് ഇതുപോലെ വന്ന് റൂട്ടൊക്കെ നല്ലപോലെ വന്ന് ഇച്ചിരി വളർന്നതിന് ശേഷം നമുക്കിത് മാറ്റി നടാവുന്നതാണ്. ഇതൊക്കെ മാറ്റി നടുക അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ സാഫ് ഒഴിവാക്കാൻ പറ്റാത്തൊരു സംഭവമാണ്. ഫംഗിസൈഡാണ് കേട്ടോ. എന്ത് ചെയ്യുമ്പോഴും ഇത് മുറിച്ച് മാറ്റുമ്പോഴൊക്കെ നമ്മൾ സാഫ് ഉപയോഗിക്കണേ. ഒത്തിരി ബേബി പ്ലാന്റ്സ് വരുന്നുണ്ട്. ഇത് ഞാൻ അതുപോലെ വാങ്ങിയൊരു വെറൈറ്റി കളറാണ്. നല്ല ഭംഗിയില്ലേ? സാധാരണ കാണുന്നതിലും കളർ ഒരു വെറൈറ്റി കളറായിട്ട് തോന്നി എനിക്ക്. ഇടയ്ക്കിടയ്ക്ക് ചുമക്കുന്നുണ്ട് കേട്ടോ. പനിയും ജലദോഷമൊക്കെയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ചെടികളെ സ്നേഹിക്കുന്ന സുഹൃത്തുക്കളിലോട്ടും റിലേറ്റീവ്സിലോട്ടും ഷെയർ ചെയ്യാനും, അതുപോലെ തന്നെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളോടൊപ്പം കൂടാനും മറക്കല്ലേ കേട്ടോ. അപ്പൊ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണുന്നവരേക്കും എല്ലാവർക്കും ടേക്ക് കെയർ. ബൈ.